പുറത്തു മഴ കനക്കുകയാണ്. ജനൽ ചില്ലുകളിൽ തട്ടിത്തെറിക്കുന്ന മഴത്തുള്ളികൾക്ക് ഇന്നെന്തോ ഒരു പ്രത്യേക താളമുള്ളതുപോലെ മാധവന് തോന്നി. ലിവിംഗ് റൂമിലെ സോഫയിലിരുന്ന് അയാൾ ക്ലോക്കിലേക്ക് നോക്കി. സമയം രാത്രി 8 മണി കഴിഞ്ഞിരിക്കുന്നു. മീര വരാൻ വൈകിയിരിക്കുന്നു. സാധാരണ 7:30-ക്ക് എത്തുന്നതാണ്. അയാൾ തന്റെ സ്മാർട്ട് ഫോൺ കയ്യിലെടുത്തു. ലൊക്കേഷൻ ഷെയറിംഗ് ആപ്പിൽ ചുവന്ന ഡോട്ട് ഇപ്പോഴും സ്കൂളിനടുത്തുള്ള ജംഗ്ഷനിൽ തന്നെ നിൽക്കുന്നു. എന്താണാവോ അവിടെ ഇത്ര വലിയ കാര്യം? അയാൾ സ്വയം പിറുപിറുത്തു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മുറ്റത്ത് കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. മാധവ് വേഗത്തിൽ ജനൽക്കർട്ടന്റെ ഇടയിലൂടെ ഒളിഞ്ഞുനോക്കി. മീര കാറിൽ നിന്നിറങ്ങുന്നു. അവളുടെ കൂടെ സഹപ്രവർത്തകനായ പ്രകാശുമുണ്ട്. അവൻ കാറിൽ നിന്നിറങ്ങി കുട പിടിച്ച് അവളെ ഗേറ്റ് വരെ എത്തിച്ചു. ചിരിച്ചോണ്ടെന്തോ പറഞ്ഞ് കൈവീശി കാണിച്ചാണ് അവൻ മടങ്ങിയത്. മാധവിന്റെ ഉള്ളിലൊരു തീപ്പൊരി വീണു. ആ ചിരി, ആ കൈവീശൽ, അതൊക്കെ എന്തിനായിരുന്നു? മീര വാതിൽ തുറന്ന് അകത്തേക്ക് വന്നു. നനഞ്ഞ മുടി ഒതുക്കിക്കൊണ്ടവൾ പറഞ്ഞു, ഭയങ്കര മഴയായിരുന്നു മാധവേട്ടാ, ബസ് കിട്ടാൻ വൈകി. ഭാഗ്യത്തിന് പ്രകാശ് സാർ കണ്ടതുകൊണ്ട് കാറിൽ കയറ്റിവിട്ടു. മാധവ് ഒന്നും മിണ്ടിയില്ല. അയാൾ അവളുടെ ബാഗ് മേശപ്പുറത്തിരിക്കുന്നത് ശ്രദ്ധിച്ചു. മീര കുളിക്കാൻ കയറിയ ആ നിമിഷം മാധവ് മെല്ലെ ആ ബാഗിനടുത്തേക്ക് നീങ്ങി. ഒരു പ്രൊഫഷണൽ ഇൻവെസ്റ്റിഗേറ്ററെ പോലെ അയാൾ അതിന്റെ സിബ്ബ് തുറന്നു. ഉള്ളിലെ പേഴ്സും ഡയറിയും പരിശോധിച്ചു. പെട്ടെന്ന് മീരയുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്തു. 1 ന്യൂ മെസ്സേജ്, പ്രകാശ്. മാധവിന്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. വിറയ്ക്കുന്ന വിരലുകളോടെ അയാൾ ഫോൺ എടുത്തു. പാസ്വേഡ് അയാൾക്കറിയാമായിരുന്നു, അവരുടെ വിവാഹ തീയതി. ലോക്ക് തുറന്നപ്പോൾ കണ്ട സന്ദേശം ഇതായിരുന്നു: റീച്ച്ഡ് ഹോം സേഫ്ലി, താങ്ക്സ് ഫോർ ദ കമ്പനി ടുഡേ. കമ്പനിയോ? മാധവ് പല്ലിറുമി. വെറുമൊരു ലിഫ്റ്റ് കൊടുത്തതാണെങ്കിൽ എന്തിനാണ് ഇത്രയും നന്ദി പറയുന്നത്? അയാൾ വേഗത്തിൽ അവരുടെ പഴയ ചാറ്റുകളിലേക്ക് സ്ക്രോൾ ചെയ്തു. കാര്യമായൊന്നുമില്ല. പക്ഷേ മാധവിന്റെ ഭാവന അവിടെ പുതിയൊരു തിരക്കഥ രചിക്കുകയായിരുന്നു. ആ ചിരിയുടെയും നന്ദി പറച്ചിലിന്റെയും ഇടയിൽ താൻ കാണാത്ത എന്തൊക്കെയോ ഉണ്ടെന്ന് അയാളുടെ മനസ്സ് പറഞ്ഞു. കുളി കഴിഞ്ഞ് മീര പുറത്തേക്ക് വന്നപ്പോൾ മാധവ് ഫോൺ പഴയെടുത്ത് തന്നെ വെച്ചു. പക്ഷെ അയാളുടെ മുഖം മാറിയിരുന്നു. എന്താ ഒരു ഗൗരവം? മീര ചോദിച്ചു. പ്രകാശിന്റെ കൂടെ വരാൻ നീ നേരത്തെ പ്ലാൻ ചെയ്തതാണോ? മാധവ് ശാന്തമായിട്ടാണെങ്കിലും കടുപ്പത്തിൽ ചോദിച്ചു. മീര ഞെട്ടിപ്പോയി. എന്ത് ചോദ്യമാണിത് മാധവേട്ടാ? മഴ കാരണം ബസ് കിട്ടാതായപ്പോൾ? മഴ ഒരു നിമിത്തം മാത്രമായിരിക്കും മീരേ. പക്ഷേ നിന്റെ ആ ചിരി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് മറ്റൊന്നാണ്. മാധവേട്ടാ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഓരോന്ന് സങ്കൽപ്പിക്കുന്നത്? സ്നേഹം കൊണ്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ സംശയം? ഇത് സംശയമല്ല മീരേ, കരുതലാ. അയാൾ അവളുടെ അരികിലേക്ക് വന്ന് അവളുടെ തോളിൽ കൈവച്ചു. എനിക്ക് നീ മാത്രം മതിയല്ലോ, നമ്മൾ രണ്ടുപേരും മാത്രം. മറ്റൊരാളും നമ്മുടെ ഇടയിലേക്ക് വരുന്നത് എനിക്കിഷ്ടമല്ല. മീര ഒന്നും പറഞ്ഞില്ല. പക്ഷെ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. സ്നേഹത്തിന്റെ ഈ കരുതൽ ഒരു ചങ്ങലയായി തന്റെ കഴുത്തിൽ മുറുകുന്നത് അവൾ അറിയുന്നു. ഒരു മിസ്ഡ് കോളിനും ഒരു വൈകിയെത്തലിനുമപ്പുറം മാധവിന്റെ മനസ്സ് മറ്റൊരു ലോകത്താണെന്ന് അവൾക്ക് മനസ്സിലായി. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും മാധവിന്റെ കണ്ണുകൾ തുറന്നിരുന്നു. അയാൾ അടുത്ത സിനിമയുടെ തിരക്കഥ ആലോചിക്കുകയായിരുന്നു. നാളെ അവൾ സ്കൂളിൽ പോകുമ്പോൾ ആരോടൊക്കെ സംസാരിക്കും? ആരെങ്കിലും അവൾക്ക് മെസ്സേജ് അയക്കുമോ? സംശയത്തിന്റെ ആ വൈറസ് അയാളുടെ രക്തത്തിൽ പടർന്നു തുടങ്ങിയിരുന്നു.